ഈ കാണുന്ന KDMൻ്റെ ടവർ സ്പീക്കർ ഇതിന് കുറച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളുമായിട്ടാണ് കസ്റ്റമർ ഇവിടെ കൊണ്ടുവന്നത്. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച ഒരു സാധനമാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇതിൻ്റെ പുതിയ പീസുകൾ ഇരിപ്പുണ്ട്. എന്നാലും നമുക്ക് ഇത് മാറിക്കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്യാവശ്യം ഫിസിക്കൽ ഡാമേജും ഒക്കെ ആയിട്ടാണ് കസ്റ്റമർ നമ്മുടെ അടുത്ത് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്കിത് റിട്ടേൺ പോകത്തില്ല. നമ്മളത് അന്വേഷിച്ച് നോക്കി, നമ്മൾ പഠിച്ച പണി 18 നോക്കി, പക്ഷേ ഇത് റിട്ടേൺ പോകത്തില്ല. ഇത് നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. ആ ഒരു കണ്ടീഷനിലാക്കിയാണ് കൊണ്ടുവന്നേക്കുന്നത്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് കേൾക്കും, പിന്നെ സബ് ഊഫറിൻ്റെ അകത്തുനിന്ന് ഭയങ്കര നോയ്സാണ്, ഭയങ്കരമായിട്ട് ഇരയ്ക്കുന്ന പോലത്തെ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ കംപ്ലയിൻ്റ് ഒന്ന് നമുക്ക് നോക്കണം. ഇടയ്ക്ക് ഇത് ഓഫായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കണം. പിന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാമെന്നുള്ളത് നമുക്ക് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. എന്തായാലും നമുക്കിതൊന്ന് അഴിച്ചിട്ട് നോക്കാം ഇതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന്. ഇത് മൊത്തത്തിൽ അഴിക്കണമെങ്കിൽ ഇതിൻ്റെ പുറയിൽ ഒരു 7-8 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂ ഒക്കെ നമ്മൾ ക്ഷമയോടെ ഇരുന്ന് അഴിച്ചു മാറ്റിയെങ്കിലേ ഉള്ളൂ നമുക്കിതിൻ്റെ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്നൊരു സംഭവമാണ്, ഒരുമാതിരിപ്പെട്ട പ്രോഡക്റ്റുകൾക്കെല്ലാം ഫിസിക്കൽ ഡാമേജ് വന്നതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഡക്റ്റ് മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാറണ്ടി തീരുന്നിടം വരെങ്കിലും ഫിസിക്കൽ ഡാമേജ് വരുത്താതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതുകൊണ്ട് അത് സൂക്ഷിക്കുക. എന്തായാലും നമ്മൾ ഇത് അഴിച്ച സമയത്ത് ഇതിനകത്തൊരു ആംപ്ലിഫയർ ബോർഡ് കാണാം, ട്രാൻസ്ഫോമർ കാണാം. അപ്പോൾ നമുക്ക് ഈ ബോർഡിലാണ് നമുക്ക് പണിയാനുള്ളത്. ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സബ് ഊഫറിൻ്റെ IC കംപ്ലയിൻ്റ് ആകുമ്പോഴാണ് സബ് ഊഫറിനകത്ത് സാധാരണയായിട്ട് നോയ്സ് വരുന്നത്. അതുപോലെ സ്പീക്കർ ചാനലിൽ IC പോയാലും സ്പീക്കറിലും ഇങ്ങനെ വരും, ചിലപ്പോൾ ഒട്ടും കേൾക്കാതെയും വരും. എന്തായാലും നമ്മുടെ അടുത്ത് ഇരിപ്പുണ്ട് 2030 ആണ് ഇതിൻ്റെ IC വരുന്നത്, TDA 2030. അത് മിക്ക ഹോം തിയേറ്ററുകൾക്കും ഈ IC ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഈ IC 2 ഊരി മാറ്റാം. ഈ 2 സബ് ഊഫറിൻ്റെ IC. അത് സബ് ഊഫറിൻ്റെ തന്നെ ആണോ എന്ന് കൺഫേം ചെയ്തിട്ടേ ഊരാവുള്ളൂ. അങ്ങനെ നമ്മൾ സബ് ഊഫറിൻ്റെ IC 2 ആയിരുന്നു, അത് ലൂപ്പ് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ബോർഡിൽ നിന്ന് പഴയ IC റിമൂവ് ചെയ്ത് നമ്മൾ പുത്തൻ IC ഇടുവാണ്. ഈ IC ഇട്ടിട്ടും ഈ കംപ്ലയിൻറ്റ് നിലവിലുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡിൻ്റെ അകത്ത് ഓരോ കമ്പോണൻറ്റും ചെക്ക് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ ഇതാണ് അതിൻ്റെ അകത്ത് വരുന്ന IC. അപ്പോൾ ഈ IC നമുക്ക് ഇട്ടിട്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ഒരു IC ഇട്ടു. ഇനി നമുക്ക് അവിടെ നിന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെയുള്ള ബോർഡുകളിലൊക്കെ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടൊക്കെ സോൾഡർ ചെയ്യണം. വേറൊന്നുമില്ല, പ്രിൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോയാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് സോൾഡർ ചെയ്തൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ അതല്ല, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ വൃത്തിയോടെ ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു IC ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മറ്റേ IC കൂടെ മാറണം. ഇത് 2 കൂടെ ലൂപ്പ് ചെയ്താണ് അവർ കൊടുത്തേക്കുന്നത് സബ് ഊഫറിന്. അപ്പോൾ ഒരു IC കൂടെ മാറേണ്ടി വരും. അതിനിപ്പോൾ കംപ്ലയിൻ്റ് ഇല്ലേ പോലും നമ്മൾ അതും കൂടെ മാറ്റുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അതും പോകാറായിട്ടിരിക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ അതും അങ്ങ് മാറും, റിസ്ക് എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ 5 ഹോൾ വരുന്നുണ്ട്. അതിൻ്റെ അകത്താണ് ഈ ICയുടെ ലെഗ് ഇറക്കി വെക്കേണ്ടത്. എന്നിട്ട് നല്ല വൃത്തിക്ക് തന്നെ സോൾഡർ ചെയ്ത് അവിടെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2ാമത്തെ IC എടുത്തിട്ടുണ്ട്, അതും നമ്മളവിടെ വെച്ചു. ഇനി അവിടെ സോൾഡർ ചെയ്ത് വൃത്തിയാക്കുക. കാരണം ഷോർട്ടും കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടുള്ളൂ നമ്മളിത് മൊത്തത്തിൽ ക്ലോസ് ചെയ്യാവുള്ളൂ. പിന്നെ ഈ വയറും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോകാതെയൊക്കെ ചെയ്യുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. കാരണം പൊട്ടിപ്പോയെങ്കിൽ പിന്നെ അതും നമുക്ക് ടൈം എടുക്കും കണ്ടുപിടിച്ചൊക്കെ സോൾഡർ ചെയ്ത് വരുമ്പോൾ. കാരണം ഇതിന് സോക്കറ്റും കാര്യങ്ങളും ഒന്നുമല്ല. കാരണം ആ ഒരു പ്രൈസിനുള്ള സാധനത്തിന് അങ്ങനത്തെ ഒരു രീതിയാണ് അവർ ചെയ്തേക്കുന്നത്. എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. കാരണം ഇതുപോലെ ടവർ സ്പീക്കറൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ICയിലായിരിക്കും സബ് ഊഫർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനായ പവറും കാര്യങ്ങളൊക്കെ കാണുള്ളൂ. പക്ഷേ ഇതിന് 2 IC വെച്ചിട്ടാണ് സബ് ഊഫർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. നല്ല രീതിക്ക് വെച്ച് ബാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ടൈമാണ്. നമ്മൾ മൊത്തത്തിൽ അടച്ച് ക്ലോസ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളും എല്ലാം വന്നു. കുറച്ച് അധികം നേരത്തേക്ക് നമ്മൾ ഓണാക്കിയിട്ട് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യാതെ തന്നെ. വേറൊന്നുമല്ല, ഇങ്ങനെ ഇടുമ്പോഴായിരുന്നു സബ് ഊഫറിൻ്റെ അകത്തുനിന്ന് ഭയങ്കരമായിട്ട് നോയ്സ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കറിയാൻ പറ്റും എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് നമുക്ക് ബ്ലൂടൂത്തായിട്ട് കണക്ട് ചെയ്യാം. എന്തായാലും ഈ പാട് എന്ത് പറ്റിയാന്ന് കസ്റ്റമറോട് ചോദിച്ചിട്ട് അവർക്ക് അറിയില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ സാധനം റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് കിട്ടും. നമുക്കിത് നല്ല രീതിക്കൊന്ന് ചെക്ക് ചെയ്ത് പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അതെല്ലാം കൂടെ തീർത്തിട്ട് വേണം കസ്റ്റമറിന് കൊടുക്കാൻ. കാരണം നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇത് റെഡിയാക്കി കൊടുക്കുക എന്നുള്ളത്. നമ്മൾ കുറച്ച് അധികം നേരത്തേക്ക് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് ചെക്ക് ചെയ്തായിരുന്നു. യാതൊരു പ്രശ്നവുമില്ല. സബ് ഊഫറൊക്കെ നല്ല ഔട്ട്പുട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഇതിൻ്റെ സബ് ഊഫറിൻ്റെ ICയുടെ പ്രശ്നം കൊണ്ടായിരുന്നു ഇതിങ്ങനെ വന്നിരുന്നത്. ഇടയ്ക്ക് തന്നെ ഇത് ഓഫായി പോകുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഓഫായി ഒന്നും പോകുന്നില്ല, പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് അധികം നേരം കൂടി ചെക്ക് ചെയ്യും വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്. ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച സാധനമായതുകൊണ്ട് നമുക്ക് അവർ വാറണ്ടി തന്നില്ലെങ്കിലും നമ്മളത് ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് സാധനത്തിന് എങ്ങനെയൊക്കെ വാറണ്ടി പോയെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്ത് കൊടുത്തിരിക്കുക. അതിൽ ഒരു
കാശിനിയില്ല. ഇനി ഇതുപോലുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.